കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. കുറച്ച് ബെഡുകളിൽ നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇതാ ഗ്രീൻ നെറ്റൊക്കെ ഇങ്ങനെ ഡെറ്റോളിൽ മുക്കി ക്ലീൻ ചെയ്തെടുക്കുവാണ്. കൂണിൻ്റെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെ നല്ല ഡെറ്റോളിൽ മുക്കി ക്ലീൻ ചെയ്തിട്ട് ആ ഡെറ്റോളൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ കൂൺ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാണ്. ഇപ്പം നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നു, അത് നിങ്ങളെ കാണിക്കാം. നമ്മൾ ചില ബെഡുകളിൽ ഇതുപോലെ ചില പ്രശ്നങ്ങൾ വന്നു. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെ പൊടിയിൽ വെള്ളം അധികമായിട്ടാണ്. നല്ല മഴക്കാലമാണ്, അപ്പോൾ അതുകൊണ്ട് ജലാംശം അങ്ങനെ പോകുന്നില്ല. ക്ലീൻ ചെയ്തെടുക്കുന്ന നമ്മുടെ അറക്കപ്പൊടി ഒന്നുകൂടി വെള്ളം വലിക്കണം, അതിനുള്ള സംവിധാനം റെഡിയാക്കുവാണ്. അങ്ങനെ വെള്ളം അധികമായിട്ട് നമുക്ക് നേരത്തെ കണ്ട പോലെ കുറച്ച് ബെഡുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബെഡുകളിൽ നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇതാണ് ഈ അറക്കപ്പൊടി ഉപയോഗിച്ച് കൂൺ കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ കുഴപ്പവും ഏക കംപ്ലൈൻറ്റും നമ്മൾ കണ്ടതിനകത്ത് ഇതാണ്. ജലത്തിൻ്റെ അംശത്തിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കൂണ് ലഭിക്കും, പക്ഷെ കുറച്ച് താമസം വരും. പോയ ബെഡുകൾ കാണിക്കാം. 5-6 ബെഡുകൾ നമുക്ക് തീർത്ത് പോയിട്ടുണ്ട്. അത് നമ്മൾ മായ്സിയിൽ വളരാതെ ഇരിക്കുന്നുണ്ട്. ബാക്കി ബെഡുകളെല്ലാം ഏകദേശം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം കൂടെ ഒന്ന് പരിഹരിച്ചാൽ അതിനുള്ളൊരു ശ്രമം. അപ്പോൾ ഇത് അതിനുവേണ്ടി നമ്മൾ ചെയ്തത് നമ്മളെ കൂണിൻ്റെ ബെഡ് തയ്യാറാക്കാൻ വേണ്ടി ആക്കിയേക്കുന്ന തട്ടാണ്. ആ തട്ടിൻ്റെ മുകളിൽ കമ്പിവല വെച്ചു. കമ്പിവലയുടെ മുകളിലേക്ക് കഴുകിയെടുത്ത ഗ്രീൻ നെറ്റ് അങ്ങ് വിരിക്കുവാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അറക്കപ്പൊടി കൊണ്ടിട്ട് 12 മണിക്കൂർ കുതിർത്തി വെക്കും. അതിനുശേഷം ഒരു 12 മണിക്കൂർ നമുക്ക് വെള്ളം മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വെക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. അതിപ്പോൾ ഈ കൊല്ലം ഭയങ്കര മഴയല്ലേ? മഴയാണ്, മഴയുടെ ആണ് ഇതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അറക്കപ്പൊടി കൊണ്ടിടാം. ആ നെറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊടി കണ്ട നിരത്തുവാണ്. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മുടെ പൊടിയെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 12 മണിക്കൂർ ഈ പൊടി ഇവിടെ കിടക്കും, മൂടിയിടും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയുള്ള എല്ലാ വീഡിയോയും കാണിക്കുന്നതെന്ന് വെച്ചാൽ കൂൺ കൃഷിയുടെ ഒരു കാര്യങ്ങൾ ഇത് തന്നെയാണ്. ചെറിയ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും, അത് പരിഹരിക്കുക. പരമാവധി ചിലവ് കുറച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും കാലത്ത് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം അധികമായി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഇതുപോലെ തട്ടൊരുക്കി ആ തട്ടിലേക്ക് ഇത് നമ്മൾ 12 മണിക്കൂർ നമ്മൾ മൂടി പെറുക്കി റെഡിയാക്കി വെച്ചു. വെള്ളം നല്ല വലിഞ്ഞായിട്ട് ഉടൻ തന്നെ കാണുന്നുണ്ട്. എത്ര അപയ്ക്കാലും ഇതുപോലെ വെള്ളം പോകാൻ പാടില്ല. ഇതാ പിന്നെ നമുക്കിതൊന്ന് ബെഡും കൂടെ കെട്ടി നോക്കാം. അടിപൊളി വെള്ളം വലിഞ്ഞ് പൊടിയായിട്ട് അങ്ങ് തുടങ്ങുവാണ്. നമ്മൾ ഇതുപോലെ ചെറുതായി തുടങ്ങി ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് സെയിലുമായി നല്ല രീതിയിൽ നടത്താവുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹൈടെക് ഫാമുകളിലേക്കൊക്കെ ചിന്തിക്കാം. ഹൈടെക് ഫാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 12 മാസവും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 2 മാസം നിർത്തിയത് നല്ല ചൂട് വന്നപ്പോൾ നമ്മൾ 2 മാസം നിർത്തി. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഹൈടെക് ഫാമിലാകുമ്പോൾ ഉണ്ടാകുന്നില്ല. പുതിയതായി തുടങ്ങുന്ന ഒരാൾ സാധാരണ ഒരു ഷെഡിൽ 1 വർഷമോ 2 വർഷമൊക്കെ നടത്തിയതിന് ശേഷം അറക്കപ്പൊടി തിരഞ്ഞെടുക്കാനുള്ള കാരണം ചെലവ് കുറവാണ്. അതായത് അറക്കപ്പൊടി ഒരു ചാക്ക് അറക്കപ്പൊടിക്ക് അത് 100 രൂപയാണ് അവിടെ കൊടുക്കേണ്ടത്. അതിന്റെ വണ്ടിക്കൂലിയും എല്ലാ കാര്യങ്ങളും വന്നാലും നമുക്ക് അത്ര പൈസ ആകും. കൂടുതലായിട്ട് വരുന്ന പ്രശ്നം വെള്ളത്തിന്റെ അംശം. വെള്ളം നിങ്ങൾ ബെഡ് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടാവും. ഇപ്പൊ 4ാമത്തെ ഇതായി നമുക്ക് കയ്യിൽ തൊടുമ്പോൾ തന്നെ അറിയാം ഇല്ല നല്ലപോലെ. അത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് ഏക പ്രശ്നം. അത് നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റിയാൽ അതിപ്പോൾ നമ്മൾ ഇതുവരെ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഒന്നെങ്കിലും കാലാവസ്ഥയുടെ അതുപോലെ നമുക്ക് കിട്ടിയ അറക്കപ്പൊടിയുടെ എന്തെങ്കിലും പ്രത്യേകത. അതെ, റബ്ബറിന്റെ അറക്കപ്പൊടി തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഇപ്പൊ നമ്മളെ ബെഡിന്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പൊ വെള്ളത്തിന്റെ അംശത്തിന്റെ കുറഞ്ഞെന്നറിയാം. തന്നെ നോക്കുക, ഒന്നിച്ച് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ട്. വെള്ളം അധികമായി. ഇപ്പോൾ കൂണിൽ ഒരു മഞ്ഞ കളറൊക്കെ കണ്ടുവെന്ന് പറഞ്ഞ് ബെഡ് എടുത്ത് കളയണ്ട, നമുക്ക് അതിൽ ലഭിക്കും. കുറച്ച് താമസം വരും. ഇപ്പം ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് 2 ബെഡ് തയ്യാറാക്കി. അത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട്. വെള്ളത്തിൻ്റെ അംശം കുറവാണ്. അപ്പോൾ എല്ലാവരും കൂൺ കൃഷി ചെയ്യുക. വളരെ ചെറിയ തോതിൽ തുടങ്ങുക. എന്നിട്ട് അതെ
വളർത്തുകൊണ്ട് വരട്ടെ. കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.